നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടേ മക്കള് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെർഫോമൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മ എന്ത് പെർഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത്? ജഡ്ജസ് ചോദിക്കണം, അതുപോലെ അടിപൊളി പാട്ടാണെങ്കിൽ അതുപോലെ, മെലഡി ആണെങ്കിൽ അതുപോലെ. അമ്മ എങ്ങനെ സ്മാർട്ടാണോ വീട്ടില്? ഓ സ്മാർട്ടാണ്. ഈ അമ്മമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തില്ല, ഞങ്ങൾ വെറുതെ ഇറങ്ങി വന്നാണെന്നേ. പക്ഷെ മക്കൾ കള്ളം പറയരുത്. ഈ അമ്മമാർ കുറേ ദിവസമായിട്ട് വീട്ടിൽ കിടന്ന് നല്ല പ്രിപ്പറേഷൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ പേര് മായ ഉമ്മൻ. ഞാൻ 1998 കല്യാണം കഴിച്ചത്. എനിക്കൊരു മോളുണ്ട്, 8 വയസ്സായി. ഞാൻ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലാണ് സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇൻഷുറൻസ് എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കണമെന്ന് താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു ലൈനാണ്. യു പ്ലീഡിങ് എന്നോട് കരഞ്ഞ് പറയണത് ഈ സാധനം ഞാൻ ഈ ഇൻഷുറൻസ് എടുത്തേ മായ ഉമ്മന് ഇനി നാളെ ജീവിക്കാൻ പറ്റുള്ളൂ. അത്രയും പ്രശ്നമാണ്. സർ പ്ലീസ്, ഒരു പോളിസി, ഒറ്റ പോളിസി. സാറിന് നല്ല റിട്ടേൺസ് കിട്ടും, സാറിൻ്റെ ലൈഫ് സെക്യൂർ ആവും, അതുപോലെ എൻ്റെ ലൈഫ് സെക്യൂർ ആവും. സർ ഒരു പോളിസി പ്ലീസ്, പ്ലീസ് സർ. ഐ ഫെൽ അറ്റ് യുവർ ഫീറ്റ്. എൻ്റെ ജോലിയുടെ പ്രശ്നമാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി, ഐ നോ യു ആർ എ ഗുഡ് മാൻ. പ്ലീസ് സർ, ഒരു പോളിസി സർ, ഒരു പോളിസി പ്ലീസ്. ആ സ്കിറ്റിൽ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. വെരി ഗുഡ്. So you are being selected. Thank you very much. എൻ്റെ പേര് സീന തോമസ്. മക്കളെ ആരൊക്കെയാ ഇവിടെ ഇരിക്കണം? പക്ഷെ ആരെ അങ്ങോട്ട് ചൊവ്വന് മനസ്സിലാവുന്നില്ലല്ലോ. ഭാവങ്ങളെ നവരസങ്ങളിലൂടെ ഒന്ന് അവതരിപ്പിക്കാന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സായം സന്ധ്യയിൽ അത് കണ്ടിട്ടും ഞാൻ മരിക്കാതിരുന്നത് നിനക്ക് വേണ്ടിയായിരുന്നു, നിനക്ക് വേണ്ടി മാത്രം. അടുത്തത് വീരം. 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സായം സന്ധ്യയിൽ അത് കണ്ടിട്ടും ഞാൻ മരിക്കാതിരുന്നത് നിനക്ക് വേണ്ടിയായിരുന്നു, നിനക്ക് വേണ്ടി മാത്രം. Good. Selected. താങ്ക് യു സർ. Okay. I'm Rosina, coming from Chirayangir. അതെ, ചിറയൻകീഴിൽ നിന്ന് വരുന്നേ. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു മകൾ കരയുന്നത് എങ്ങനെയും നോക്കാം. എന്റെ പൊന്നച്ഛ, അയ്യോ അച്ഛ, അയ്യോ എനിക്കിനി പുസ്തകവും പേന ആരും വാങ്ങിത്തരും എന്റെ പൊന്നച്ഛ. ചെയ്യും, പിന്നെ ജാവലിൻ അറിയും, ഷോട്ട് അറിയും, ഡിസ്ക് അറിയും, കുങ്ഫു ചെയ്തിട്ടുണ്ട്, കുങ്ഫു ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, ബാസ്കറ്റ്ബോൾ കളിക്കാം. റസീന അപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ, തരാം വെയിറ്റ് ചെയ്യേ. രാജേശ്വരി കൃഷ്ണൻ. ഒരു നാട്ടിൻപുറത്തുള്ള 2 വ്യക്തികൾ ആദ്യമായിട്ട് പട്ടണത്ത് വരുമ്പോൾ വരികയും അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. എക്സിബിഷനിൽ ജയൻറ്റ് വീല് കാണുമ്പം അവരുടെ എക്സ്പ്രഷൻ. ഇരിക്കട്ടെ ചേട്ടാ, ഇരിക്കട്ടെ. ശരി, കയറി കാണാം, ഇരിക്കേ. ഇപ്പം പോവും. കണ്ടോ നമ്മൾ പോവാ കണ്ടോ? നമ്മൾ ദേ വീണിട്ട് ഇത് നോക്ക്, ദേ കുഞ്ഞു ബസ്, ദേ കാർ. അയ്യോ ദേ പോന്നു. എടാ നീ പിടിച്ചോടാ, നീ മേടിക്കണ്ട. എന്തോ മേടിക്കാതിരിക്കുന്നു ഇതില്. അയ്യോ എന്നമ്മ, അയ്യോ എന്നമ്മേ, അയ്യോ എടാ ഇതൊന്നുമില്ലടാ, ഒന്നുമില്ല, നീ മേടിക്കണ്ട. അയ്യോ ഇതൊന്നുമില്ല. ഇപ്പൊ നിൽക്കും. അയ്യോ ചേട്ടാ ഇന്ന് നിറക്കിവിട്, ചേട്ടാ ഇന്ന് നിറക്കിവിട്. അയ്യോ നീ മേടിയാവേ,
അയ്യോ 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 എൻ്റെ അമ്മച്ചിയോ, ഓ, ഒരു വിധത്തിൽ ആ രക്ഷപ്പെട്ടെ. അപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഐശ്വര്യ യഹ്യ. താങ്ക് യു. ഓക്കെ ഓക്കെ. നമസ്കാരം സർ. നിസ നിസ സച്ചിദാനന്ദന്റെ മീര പാടുന്നു എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം. തിരിച്ചെടുക്കുക രാജൻ വില കെട്ട പൊന്നും രാവിന്നിരുളും ചേർത്തങ്ങെനിക്കായി പണിതനീടം തിരിച്ചു തന്നാലും അങ്ങ് മുറിച്ചൊരൻ ചിറകുകൾ പറക്കട്ടെ ഇവൾ സ്വച്ഛം ഉദയവാനിൽ. നമ്മൾ അശോകവനത്തിൽ സീത ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒരു ഇരിപ്പ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ സബ്ഡ്യൂഡായിട്ട്, വളരെ വീര തന്നെയാണ്, വളരെ സബ്ഡ്യൂഡായിട്ട്. മോതിരവിരലിൽ ഇട്ട ഈ വജ്രമോതിരം എനിക്ക് വേണ്ട, എൻ്റെ ചിലങ്കൾ തിരിച്ചു തരൂ. ഞാൻ ഈ ഉദയവാനിൽ ഒന്ന് വെയിൽ കൊണ്ട് ഒന്ന് എൻ്റെ നൃത്തം ചവിട്ടട്ടെ. എനിക്കെൻ്റെ പരുത്തികൊണ്ടുള്ള ഉടുപ്പ് മാത്രം മതി. ഈ വില പിടിച്ച ഒന്നും എനിക്ക് വേണ്ട. റിപ്പീറ്റ്. ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള 3 പ്രാവശ്യം ഉണ്ട്. ഒന്നും കൂടി. എനിക്ക് വേണ്ട. ഒന്നുകൂടി. എനിക്ക് വേണ്ട. Whisper, just whisper. You're being selected.